മൂത്തയിടത്തെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സരോജിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, മൃതദേഹം ഉച്ചക്കുളത്ത് ശ്മശാനത്തിൽ ഇന്ന് സംസ്കരിക്കുമെന്നും തിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നു. സമീർ, എന്തൊക്കെയാണ് നടപടികൾ? അവിടെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടോ? ഇന്ന് പ്രതിഷേധമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കുകയും കാര്യങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയം മുന്നേയാണ് ഈ മൂത്തയിടത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ മൃതദേഹം വീട്ടിലാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഉച്ചക്കുളത്തെ ശ്മശാനത്തിലായിരിക്കും മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പൂർത്തീകരിച്ച ശേഷമാണ് മൃതദേഹം രാത്രിയിൽ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോട് കൂടിയാണ് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കുകയും ചെയ്യും. ഇന്ന് കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോട് കൂടെയാണ് സരോജിനി അടങ്ങുന്ന 5 പേരടങ്ങുന്ന സംഘം ഉച്ചക്കുളത്തെ വനമേഖലയിലേക്ക് വനവിഭവ ശേഖരണത്തിനായി പോയത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണത്തിൽ സരോജിനി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഉടൻ തന്നെ സരോജിനിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. അതിന് പിന്നാലെ മൃതദേഹം വീട്ടിലെത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായിരുന്നില്ല. പ്രധാനമായും അവർ പറഞ്ഞിരുന്നത് ഈ വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഈ കാട്ടാനാക്രമണത്തിന് കാരണമെന്നും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ളതുമായിരുന്നു അവരുടെ നിലപാട്. അതിന് പിന്നാലെ സബ് കളക്ടർ ഈ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി അതിന് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം വിട്ടു നൽകിയത്. അതിലുണ്ടായ പരിഹാരം ഇപ്രകാരമായിരുന്നു: ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക സഹായം ഉടൻ തന്നെ വിതരണം ചെയ്യും, ഫെൻസിംഗ് ഉടനടി സ്ഥാപിക്കും, അതോടൊപ്പം തന്നെ ഈ കിടങ്ങുകളെല്ലാം തന്നെ ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അതിവേഗത്തിൽ നടത്തുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇന്നലെ ഈ മൃതദേഹം വിട്ടു നൽകാൻ തന്നെ നാട്ടുകാർ തയ്യാറായത്. അതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ നടക്കുകയും ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ മൃതദേഹമാണ് വീട്ടിൽ എത്തിച്ചത്. മൂത്തയിടത്താണ് കാട്ടാനാക്രമണം ഉണ്ടായത്. മൃതദേഹം ഉച്ചക്കുളം ശ്മശാനത്തിൽ ഇന്ന് സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.